ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. UK-യിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെമിത്തേരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിരവധി ശവക്കല്ലറകളും ഉറ്റവരും ഉടയവരുമായിരുന്ന ബന്ധുക്കളെ പിന്നീട് കല്ലറകളിൽ വന്ന് പൂക്കളൊക്കെ അർപ്പിക്കാൻ വന്നിട്ടുള്ള വ്യക്തികളുടെ നിരവധി വാഹനങ്ങളുമൊക്കെ പരിസരത്ത് കാണാൻ സാധിക്കും. പലരെയും ഞാൻ കണ്ടു, സംസാരിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ആത്മീക ചിന്ത ഓർമ്മ വരികയാണ്. ഞാൻ ഈ വഴിയിൽ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ട്രാഫിക്കുള്ളൊരു സ്ഥലമാണ്, എപ്പോഴും തിരക്കുള്ള റോഡാണ്. പക്ഷേ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ഒരു തിരക്കുമില്ല. ഇവിടെ ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ അന്തി ഉറങ്ങുന്നുണ്ട്, അവസാനമായി മണ്ണിൽ ഉറങ്ങുകയാണ്. അപ്പം അവർക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല, ഒരു തിരക്കുകളുമില്ല. ചില കല്ലറകളുടെ അടുത്തൊക്കെ ഞാൻ പോയി പേരൊക്കെ നോക്കി, എത്ര വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ നോക്കി. 100-ൽ പരം വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പല മൃതശരീരങ്ങളും കാണാൻ സാധിക്കും. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ജീവിതത്തിൽ എത്ര തിരക്കുള്ളവരാണെങ്കിലും തിരക്കുകൾ ഇല്ലാതാകുന്നൊരു ദിവസം വരും എന്നുള്ളതാണ്. അതുപോലെ ഈ ലോകത്തിൽ നമ്മൾ എത്രയൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും വെട്ടിപ്പിടിക്കുകയും എന്തെല്ലാം ഭവന കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും അവസാനം ഇതായിരിക്കുമല്ലോ അവസ്ഥ. അവസാനത്തെ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു കല്ലറയിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ലോകപരമായി നിരവധി ആഗ്രഹങ്ങൾ കൊണ്ട് മനക്കോട്ടകൾ കെട്ടുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെ ഒരു മുറിയിലാണ് എന്ന് ചിന്തിക്കാനായിട്ട് മനക്കോട്ട ആഗ്രഹിക്കുന്നവരാണോ? ഞാനുമത് ചിന്തിക്കാനിടയായി. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ, യേശു കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുക, ആഗ്രഹിക്കുക, മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ലോകപരമായി എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. അതിനേക്കാൾ അതീതമായി മരണാനന്തരമായിരിക്കുന്ന ഒരു ജീവിതം, ആത്മാവിൻ്റെ ശാന്തി, ആത്മാവിൻ്റെ മോക്ഷം എന്നൊക്കെ എല്ലാ മതങ്ങളും ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പലരും അതൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ലോകത്തിൽ ഒന്നുമില്ല, ഈ ലോകത്തിന് ശേഷം ഒന്നുമില്ല. നമുക്കറിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതില്ലെന്നല്ല. നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതില്ലെന്നല്ല. ഈ ലോകത്തിൽ തന്നെ നമ്മൾ എവിടെ ജനിക്കുന്നു, മരിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. എനിക്കിപ്പോൾ ഒരു കുഞ്ഞ് ഇവിടെ UK-യിൽ ഉണ്ടായി. ആദ്യത്തെ കുഞ്ഞ് നാട്ടിലാണ് ഉണ്ടായത്. എനിക്ക് പരിചയമുള്ളൊരു അങ്കിള് നാട്ടിൽ ജനിച്ചു, UK-യിൽ അടക്കി. അപ്പോൾ മനുഷ്യൻ പോലും എവിടെ ജനിക്കുന്നു, മരിക്കുന്നു, അടക്കപ്പെടുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കെങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇനി അഥവാ അറിയാമെങ്കിൽ തന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഉറപ്പ്. ഈ അനുഗ്രഹമായിരിക്കുന്ന സമയം എന്നെ ശ്രമിക്കുന്ന പ്രിയരായവരെ, നമ്മുടെ നിത്യത ഇന്ന് മരിച്ചാൽ എവിടെയാകും എന്നുള്ള വലിയ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ചെറിയ ചിന്തയിൽ നിർമ്മിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.